മണിക്ക് അന്തിമ പട്ടിക ഉണ്ടാകും എന്നുള്ളതാണ് നേതാക്കളിൽ നിന്ന് ലഭിച്ച വിവരം. പക്ഷേ ഇപ്പോഴും പ്രതിസന്ധി അതീവ രൂക്ഷമായി തുടരുന്നു. ഒരു അന്തിമ പട്ടികയിലേക്ക് എത്തുവാൻ വേണ്ടി UDF അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനായിട്ടില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ അവരെ അറിയിച്ചു കഴിഞ്ഞു, നിങ്ങൾ ആയിരിക്കും എന്നുള്ളത്, പ്രവർത്തനവുമായി ഇറങ്ങാനൊക്കെ പറഞ്ഞു. പക്ഷേ അന്തിമമായിട്ടുള്ളൊരു പട്ടിക വന്നിട്ടില്ല. ഒരു മണ്ഡലങ്ങളിലും തീരുമാനിച്ച് ഉറച്ച സ്ഥാനാർത്ഥികൾക്കപ്പുറം മറ്റാരുടെയൊക്കെ പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ സ്ഥാനാർത്ഥിമാരുമൊക്കെ സംസാരിക്കുമ്പോൾ അവർ നമ്മളോടാണ് ചോദിക്കുന്നത് പട്ടിക എപ്പോൾ വരും എന്നുള്ളത്. നിലവിൽ ഇന്ന് 3 മണിക്ക്, അതായത് നേമത്തും അതുപോലെ തന്നെ അരുവിക്കരയിലും വാമനപുരത്തും അതുപോലെ തന്നെ പാറശാലയിലും നെയ്യാറ്റങ്കരയിലും അടക്കം ഇന്ന് 3 മണിക്ക് സ്ഥാനാർത്ഥിമാർ, അതായത് നേമത്ത് ശബരിനാഥും അതുപോലെ അരുവിക്കര ശിവകുമാറും വാമനപുരത്ത് സുധീർ ഷാ പാലോടും ഒക്കെ തന്നെ വലിയ രീതിയിൽ ആളുകളെ വിളിച്ചുകൂട്ടി റോഡ് ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനുകളൊക്കെ തന്നെ തയ്യാറാക്കിയിരുന്നു. ഇതിനുവേണ്ടി മൈക്ക് അനൗൺസ്മെന്റും മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ തയ്യാറാക്കി. പക്ഷേ അന്തിമമായിട്ടുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ പട്ടിക പുറത്തു വരാത്തത് കൊണ്ട് തന്നെ ഇവർ ആശങ്കയിലാണ്. ഇവർ ഏതെങ്കിലും തരത്തിൽ ഇത് നടത്തേണ്ടതുണ്ടോ അല്ലെങ്കിൽ വൈകിപ്പിക്കണോ എന്നുള്ളത്. കാരണം ഏത് സാഹചര്യത്തിൽ എപ്പോഴാണ് ഇവരുടെ പേരുകൾ മാറുന്നത് എന്ന് ഇവർക്ക് തന്നെ അറിയാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും റോഡ് ഷോ നടത്തണമോ വേണ്ടയോ എന്നുള്ളൊരു ആശങ്കയിലാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ ഉള്ളത്. ഇനി അരമണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ റോഡ് ഷോകൾ ഔദ്യോഗികമായി തന്നെ ഇവർ പ്രഖ്യാപിക്കുകയും കഴിഞ്ഞു. ഷോ കാർഡ് ഉൾപ്പെടെ അടിച്ച് നോട്ടീസ് ഉൾപ്പെടെ വിതരണം ചെയ്ത് മൈക്ക് സെറ്റുകളെല്ലാം തന്നെ സജ്ജീകരിച്ച് അണികളെ അറിയിച്ചവർ ഇരുചക്ര വാഹനങ്ങളിൽ ഇവിടേക്ക് എത്തി ഇപ്പോൾ തമ്പടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാര്യം പട്ടിക പുറത്തു വന്നാൽ ഉടൻ തന്നെ വലിയ രീതിയിൽ ഒരു ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് ഈ റോഡ് ഷോകൾ സജ്ജീകരിക്കുന്നതിന് വേണ്ടി. പക്ഷേ പട്ടിക വൈകുന്നു, ഇനി അരമണിക്കൂർ മാത്രം ബാക്കി. പക്ഷേ ഇതിനിടയിൽ പട്ടിക പുറത്തു വരുമോ എന്നുള്ള ഒരു ആശങ്ക ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്നലെ ശരത്ചന്ദ്ര പ്രസാദ് അടക്കം കഴക്കൂട്ടത്ത് ഈ പട്ടികയൊക്കെ തന്നെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി വലിയ രീതിയിൽ റോഡ് ഷോ സംഘടിപ്പിച്ച് അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകും. അത് ഏതെങ്കിലും തരത്തിൽ വിമർശനം ഉണ്ടാകുമോ അല്ലെങ്കിൽ അങ്ങനെ പോയാൽ സ്ഥാനാർത്ഥികൾ മറിയുമോ എന്നുള്ളൊരു ആശങ്ക ഇവരുടെ മുന്നിലുണ്ട്.